ഫ്രണ്ട്സ്, അപ്പോൾ മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ അസംബ്ലിംഗ് ആണ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ഇത് കാസറ്റ് ഡെക്ക് തന്നെയാണ്. നമ്മൾ കാസറ്റ് ഡെക്ക് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത ക്യാബിനാണ്. ഈ ക്യാബിനിലേക്ക് ഫ്രണ്ട് പാനൽ നമ്മൾ മൈക്ക ഷീറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ അക്രിലിക്കിൽ ചെയ്യും. തൽക്കാലം നമ്മുടെ ഈ ഒരു ഏരിയയിലെങ്കിലും അക്രിലിക്ക് ഇല്ലാത്തതുകൊണ്ടും നമ്മളുടെ പരീക്ഷണം എന്ന രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്ത് നോക്കാം. ഫ്രണ്ട് പാനൽ കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് ലാഗ് ആക്കണ്ട. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വലിയ പവർഫുൾ ഒന്നുമല്ല. 2N3773 എന്ന് പറഞ്ഞാൽ പഴയ ട്രാൻസിസ്റ്റർ. ഇത് പഴയ ടൈപ്പ് ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇത് 2.1 ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു സബും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ. പിന്നെ നമ്മൾ ഇതിനകത്ത് കരോക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കരോക്കെ ബോർഡാണിത്. പിന്നെ ഇത് നമുക്ക് വോളിയം കൺട്രോൾ ബോർഡാണ്. ടോൺ കൺട്രോൾ ബോർഡാണ്. അതിനകത്ത് മിഡ്, ബാസ്, ട്രിപ്പിൾ, വോളിയം ഇങ്ങനെ 3 വരുന്നുണ്ട്. പിന്നെ ഒരു USB മൊഡ്യൂൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂളിംഗ് ഫാൻ. പിന്നെ ട്രാൻസ്ഫോമറും സബിൻ്റെ ബോർഡ് നമ്മൾ വേറെ ആംപ്ലിഫയർ ഇരിക്കുകയാണ്. നമ്മൾ അതെടുത്ത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ ബോർഡുകളൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മെക്കാനിസം ഇത് ആക്ച്വലി ക്യാബിനിൽ ഇവിടെ ആയിരുന്നു മെക്കാനിസം വരുന്നത്. നമ്മൾ ഇവിടെ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം വെൽഡ് ചെയ്യിച്ചാണ്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്ത് ഇത് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഈ ഫ്രണ്ട് പാനലിൽ ആ രീതിയിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് നമ്മളൊന്ന് അലൈൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് അവിടെ അത് ഫിറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി വർക്കുകൾ ചെയ്യാം. ഇതൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും. മെക്കാനിസം കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി സ്പേസ് എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് നമുക്ക് ഈ VU മീറ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു USB പ്ലെയറും ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സ്പേസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ബാക്കി മാർക്കിങ്ങുകൾ ചെയ്യാം. അതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാം. എന്തായാലും നമ്മൾ മാർക്ക് ചെയ്തു, ഹോൾസ് ഡ്രിൽ ചെയ്തു, ബോർഡും ഫിറ്റ് ചെയ്തു. അത്രയും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആയിരിക്കും നമുക്ക് മെക്കാനിസം വരുന്നത്. കറക്റ്റായിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സബ്, അതുപോലെ ബേസ്, ട്രിപ്പിൾ, വോളിയം. പിന്നെ ഇവിടെ നമുക്ക് 2 മാസം വരുന്നുണ്ട്. അത് എങ്ങനെ നമ്മളതൊന്ന് കറക്റ്റ് ആക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്, സ്റ്റീരിയോയുടെ ബോർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്ക് നമ്മുടെ ക്യാബിൻ്റെ ബാക്കിലായിട്ട് ഫിറ്റ് ചെയ്യാനാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ വയറെല്ലാം കട്ട് ചെയ്ത് ട്രാൻസിസ്റ്റർ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാബിനിലേക്ക് നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്ക് പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ ഹീറ്റ് സിങ്ക് നൈസായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹോളൊക്കെ ഇട്ട് സ്പീക്കർ സോക്കറിൻ്റെ ഹോളോട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സബ് സ്പീക്കർ എന്നുള്ള രീതിയിൽ വരും. ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഓക്സിൻ്റെ ആണ് വരുന്നത്. ഓക്സ് ഇന്ന്, ഓക്സ് ഔട്ട്. ഇവിടെ ഒരു കൂളിംഗ് ഫാൻ, ഇവിടെ ഒരു AC, ഇവിടെ ഒരു ഹോളുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ ബാക്ക് പാനൽ വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാനൽ കട്ട് ചെയ്ത് നമ്മൾ ആക്സ് ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. 4 ഹോൾ ഇട്ടിട്ട് ആക്സ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരം വെച്ചിട്ട് രാഗി മിനുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോരായ്മ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കാനിസത്തിൻ്റെ ലെഗുകൾ വരുന്ന ഭാഗം അത്ര കറക്റ്റ് അല്ല. നല്ലൊരു ഫിനിഷൊന്നുമില്ല. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ റെഡിയാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യപ്പെട്ടുള്ള എല്ലാത്തിൻ്റെയും ഹോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. USBയുടെയും അതുപോലെ തന്നെ IR റിസീവറിൻ്റെയും മെക്കാനിസത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഹോൾ നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹോൾ നമുക്ക് ബാക്കിയില്ല, എല്ലാം ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് പ്രൈമർ അടിക്കുക, പെയിൻറ്റ് അടിക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കർ ചെയ്യുക എന്നുള്ളതാണ് വർക്കാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ച് അത്യാവശ്യം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബ്രഷിൻ്റെ പാടൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ വെയിലത്ത് വെച്ചുകൊണ്ട് ഇതൊന്നും ജസ്റ്റ് പൊളഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് അതങ്ങ് റെഡി ആയിക്കോളും. ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കുകയാണ്. സ്ക്രൂ ചെയ്യുമ്പോൾ അതങ്ങ് ടൈറ്റ് ആയിക്കോളും. അപ്പം അത്യാവശ്യം ലുക്കായി, ഭയങ്കരമായിട്ടുള്ള ലുക്കൊന്നും അല്ലെങ്കിലും നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് പെയിൻറ്റ് അടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷ് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ നൈസായിട്ട് സ്റ്റിക്കർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്വിച്ച് വെക്കാനിരുന്ന ഭാഗത്ത് ചെറിയൊരു മെഷർമെൻറ്റ് തെറ്റുണ്ട്. അതുകൂടി റെഡിയാക്കണം. ഈ ഒരു സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വാൾ സ്റ്റിക്കർ എന്നാണ് അതിനകത്ത് കിടന്നിരുന്നത്. പക്ഷേ നമ്മൾ ബോക്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിട്ട് ഞാൻ യൂട്യൂബിൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നല്ല ഫിനിഷാണ് ഈ ഒരു സ്റ്റിക്കർ. നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു നൈഫും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പാനലൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഈ പാനൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫിനിഷ് തരുന്നുണ്ട് ഈ ഒരു സ്റ്റിക്കർ. ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നൈസായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് ചെയ്താൽ ഇത് ഒത്തിരി നമുക്ക് കിട്ടും. ഇത് ഒത്തിരി ഭയങ്കര കട്ടിയില്ല എങ്കിൽ പോലും നമ്മളുടെ ഫിനിഷ് തരുന്നുണ്ട്. ഒരു സാൻഡ് സ്റ്റോൺ ഫിനിഷാണ് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഏകദേശം നല്ലൊരു ലുക്ക്, നല്ലൊരു ഫിനിഷ് നമ്മുടെ ഫ്രണ്ട് പാനലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാനൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസ്, ട്രിബിൾ, വോളിയം എന്നൊക്കെ ഉള്ള ലേബലിങ് നമ്മൾ സ്റ്റിക്കർ കടയിൽ പോയി സ്റ്റിക്കർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാനലിലേക്ക് ഒട്ടിക്കും. അധികം വൃത്തിയുടെ ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡിലൊന്നും ഒട്ടിച്ചിട്ടില്ല, ഫ്രണ്ട് സൈഡിലൊക്കെ ഒത്തിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സാൻഡ് സ്റ്റോൺ ഫിനിഷ് നല്ല രസമുണ്ട്. ഫ്രണ്ട് പാനൽ നമുക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ ക്യാബിനിലേക്ക് നൈസായിട്ട് പിടിപ്പിക്കാം. അപ്പം ക്യാബിനിലിരിക്കുമ്പോഴുള്ള ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെയായിരിക്കും ക്യാബിനിലിരിക്കുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ബെൻഡ് ഇപ്പോഴും ഉണ്ട്, സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ആദ്യം നമ്മൾ ബുഷ് പിടിപ്പിച്ചു. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു പാക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സെറ്റിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആകത്തില്ല, അതുപോലെ മിസ്സായി പോകത്തില്ല. നമ്മൾ ട്രാൻസ്ഫോമർ ആദ്യം ഫിറ്റ് ചെയ്യണോ അതോ ബാക്കി കമ്പോണൻസ് ആദ്യം ഫിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് കൺഫ്യൂഷനിലാണ്. ഇതിൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു ഐറ്റമാണിത്, സംകോണിൻ്റെ ഡെക്ക് ആക്സസറീസ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് കുറച്ച് നട്ട് ബോൾട്ടും സ്ക്രൂവും പിന്നെ ബുഷും വാഷറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ നമുക്ക് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോഴും സാംകോൺ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. LED ഒക്കെ വെറുതെ ഹോളിലേക്ക് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം കൊള്ളാം. ഇതിൻ്റെ ഒരു നോബും കൂടി കിട്ടണം. പിന്നെ നമ്മൾ മെക്കാനിസത്തിൻ്റെ മോട്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നോബും കൂടി വാങ്ങിക്കാം. സംഭവം അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓക്സ് ലൈൻ ഔട്ട്, പിന്നെ ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. ആ സെലക്ടർ സ്വിച്ച് വെക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. എന്നിട്ട് ഈ സെലക്ടർ സ്വിച്ച് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ LED റെഡ് വരുന്നുണ്ട്. പിന്നെ ഇത് IR റിസീവറാണ്. നമ്മൾ ഇതിനകത്താണ് നമ്മുടെ USB പ്ലെയർ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു IR റിസീവർ അവിടെ നമ്മൾ വെക്കണം. ബാക്കിയൊക്കെ സംഭവം നൈസായിട്ടുണ്ട്. നമ്മുടെ ലോഗോ അടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രിൻ്റ് അടിച്ചതിനകത്ത് സബും ബാലൻസിൻ്റെയും പ്രിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനി പ്രിൻ്റ് അടിക്കുമ്പോൾ ഇവിടെ സബും ബാലൻസ് കൂടി ആഡ് ചെയ്യും. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റീരിയോ കാസറ്റ് റെക്കോർഡർ നമ്മൾ അടിക്കണം. റെക്കോർഡറല്ല, സ്റ്റീരിയോ കാസറ്റ് പ്ലെയർ എന്നുള്ളത് അടിക്കണം. പിന്നെ നമുക്കിവിടെ അടിക്കാനുള്ള വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് ചെയ്യാനായിട്ട്. അഡീഷണൽ ഇവിടെ ബ്ലൂടൂത്ത് അത് കുറച്ച് കമ്പോണൻറ്റ് എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ കൂടി ആഡ് ചെയ്താൽ നൈസായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് സെലക്ടർ ആണെന്നുള്ളതിൻ്റെ ഇതിന് പവറിൻ്റെ ഇതും കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫ്രണ്ടിൽ ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടുക്കി വെച്ചു, ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഞാനൊന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് LED ഒക്കെ ജസ്റ്റ് വെറുതെ എടുത്ത് വെച്ചതേ ഉള്ളൂ. സംഭവം എന്താ പറയുക, കൊള്ളാം, രസമുണ്ട് കാണാനായിട്ട്. വീഡിയോ ഒരുപാട് ലാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത്. ഒന്നുമില്ല, നമ്മൾ വയർ കണക്ട് ചെയ്തു. അതായത് നമ്മളിവിടെ ഒരു കണക്ടർ ഇട്ടു. അപ്പോൾ ഒരുപാട് വയറുകൾ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മുടെ മെയിൻ ഓഡിയോ, അതായത് ഹെഡ് പ്രിയോ അല്ലെങ്കിൽ നമ്മുടെ USB പ്രിയോ ഏതായാലും നമ്മുടെ മെയിൻ ഓഡിയോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സബിൻ്റെ കൊടുക്കണം, നമ്മുടെ ആംപ്ലിഫയറിൽ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൈൻ ഔട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടെ VU മീറ്ററിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയും കണക്ഷൻസ് നമുക്ക് ഒരെണ്ണത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കണക്ടർ സ്വിച്ച് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 12 വോൾട്ട് വരുന്നുണ്ട്. ഈ 12 വോൾട്ട് നമുക്ക് LED VU മീറ്റർ, ഫാന്, അതുപോലെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, നമ്മുടെ അങ്ങനെ കുറച്ച് കമ്പോണൻസിനൊക്കെ, മോട്ടർ വർക്ക് ചെയ്യാൻ, ഹെഡ് പ്രീ വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് 12 വോൾട്ട് ആവശ്യമുണ്ട്. അത് നമ്മൾ ആ DC എടുക്കുന്നത് ഈ ബോഡിയിൽ നിന്നാണ്. കാരണം നമ്മളിവിടെ ഒരു 12.0 കൊടുക്കുമ്പോൾ നമുക്കിവിടെ DC 12 വോൾട്ട് ഔട്ട് എന്ന് പറഞ്ഞിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫോമറിൽ ഡയറക്റ്റ് 12.0 നമ്മുടെ ഈ കരോക്കെ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഔട്ടൊന്നുമില്ല, 12 വോൾട്ടൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഒരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 27.0-27.5 ആംപിയറും അതേപോലെ തന്നെ സെയിം ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മിനിമം 1 സ്ക്വയറിൻ്റെ വയറെങ്കിലും ഇടണം. കാരണം നമ്മൾ രണ്ടിനും കൂടി 10 ആംപിയറാണ് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കറണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത്, നല്ല രീതിക്ക് ഇതിനകത്ത് വയർ ഷ്രിങ്കിങ് ട്യൂബ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. 10 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്യൂസ് എന്തായാലും നമ്മൾ ഇടണം, അല്ലാണ്ട് നമുക്ക് ഹോളില്ല. ഒരു ഹോളുള്ളത് ഇവിടെയാണ്, അത് ചെറിയ ഹോളുമാണ്. മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്യൂസ് ഇരിക്കില്ല. അപ്പം ഞാനത് ക്യാബിൻ ചെയ്ത സമയത്ത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരുന്നു, ഫ്യൂസ് ഇടാനുള്ള സ്പേസ് കണ്ടുപിടിച്ചില്ല. അപ്പം ഫ്യൂസ് മാറാൻ നമുക്ക് അകത്ത് വരേണ്ടി വരും. അത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് വല്ലതും വെക്കേണ്ടി വരും. നമ്മൾ കുറച്ച് വയറിംഗ് ഒക്കെ ചെയ്തു, എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടില്ല. എന്നാലും ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ആംപ്ലിഫയർ വർക്ക് ഫുൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൺഫേം ആക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് 2 ബോർഡിലും ലൈറ്റ് കത്തി പവർ സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ റിലേയും കൂടി ഓണായി നമുക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മുടെ റിലേ ഓൺ ആയിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം, മൈക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ടെസ്റ്റിംഗ് ഹലോ. ഓക്കെ, സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മൈക്ക് നോക്കാം. നമ്മളെല്ലാം ജസ്റ്റ് ഒന്നെടുത്ത് വെച്ചതേ ഉള്ളൂ, ഇതിൻ്റെ ഒന്നും എല്ലാം ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഹലോ ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. നമ്മൾ വയർ ഏകദേശം ടാഗ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം വയറുകളുണ്ട്, എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ടാഗ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കാസറ്റ് ഡെക്കിൻ്റെ ഒരു കവർ നമ്മൾ നൈസായിട്ട് റെഡ് വിനൈൽ കാർബൺ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാനൽ നമ്മൾ നൈസായിട്ടൊന്ന് വൃത്തിയാക്കി ലേബലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻ്റെ അടപ്പ് ഇതേ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. കാരണം മാറ്റ് ബ്ലാക്ക് ഒട്ടിച്ചിട്ട് ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡേർഡ് ഫിനിഷ് നമ്മുടെ ക്യാബിനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. കുറച്ചധികം സ്റ്റിക്കർ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് തന്നെ അടിച്ച് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ നൈസായിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്ത് ആംപ്ലിഫയർ കംപ്ലീറ്റ്ലി ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം വൃത്തിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ആംപ്ലിഫയറിൻ്റെ ബേസ് കൂട്ടാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രീസെറ്റ് ആയിട്ടുള്ളൊരു BT ബോർഡ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ബേസ് കുറച്ച് കുറവായിരുന്നു. കാരണം ഇതൊരു കുറച്ച് ഫീഡ്ബാക്ക് കുറച്ചിട്ടൊക്കെ ഒരു ബോർഡ് ആയതുകൊണ്ട് കുറച്ച് PA പർപ്പസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വോക്കൽ കുറച്ച് കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡ് കൂടി ആഡ് ചെയ്ത സമയത്ത് നല്ല ബേസ് കിട്ടി. നമ്മളൊരു സ്വിച്ച് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബോർഡ് വർക്ക് ചെയ്യും, ഓഫ് ചെയ്യുമ്പോൾ നോർമൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. നോർമൽ കേസിൽ നമുക്ക് കോളാമ്പി പോലത്തെ വലിയ ഹോണൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നല്ല വോക്കൽ വരും, നല്ല ത്രോ വരും സൗണ്ടിന്. അല്ലാത്തപ്പം നമുക്ക് ബോക്സ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ബോർഡ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുന്നത്. ഏകദേശം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഒരുപാട് സാധനങ്ങളായി അലുക്കുലുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സബിൻ്റെ ബോർഡ് വെക്കാനുണ്ട്, അതേപോലെ തന്നെ ഹെഡ് പ്രീം വെക്കാനുണ്ട്. വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ബാക്കിലെ വ്യൂ എന്ന് പറയുന്നത്. ബാക്കിൽ സ്റ്റിക്കറുകൾ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ഏകദേശം 2-3 ആഴ്ച ശരിയാക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 3 ആഴ്ചത്തോളം നമ്മളിവിടെ യൂസ് ചെയ്തു. ഇതിനകത്ത് ഏകദേശം ഒരു 70% വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കാരണം നമ്മുടെ മെക്കാനിസം കംപ്ലീറ്റ് ആണ്, പുതിയ മെക്കാനിസം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സബിൻ്റെ ബോർഡ് ആഡ് ചെയ്തിട്ടില്ല, അതുകൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ബാക്കിൽ കുഴപ്പമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി വർക്ക് എന്നുള്ള നമ്മളൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യും, ഈ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് മലയാളം സോങ്ങുകളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ, കാരണം കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എൻ്റെ റൂമിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് ഫൈനലി സെറ്റിൽഡ് ആയി എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കറൻറ്റ്ലി നമ്മൾ നമ്മുടെ ഈ ബോക്സിലോ ആ ബോക്സിലോ ഒക്കെ ആയിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നതാണ്. നല്ല രസമാണ് പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്യുന്നുള്ളത് മനസ്സിലാവും. എത്ര മോശമായിട്ടുള്ള കണ്ടീഷനിലായിരുന്നു ഇതിൻ്റെ ക്യാബിൻ കിടന്നിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൊള്ളാവോ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഭാഗം കൂടി കാണിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. കാരണം ഇതിനകത്തുള്ളൊരു നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇട്ടതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അനൗൺസ്മെൻറ്റ് ബ്ലൂടൂത്ത് മോഡ് കണക്റ്റഡ് എന്നൊക്കെ ഉള്ള അനൗൺസ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. I think it better, I swear.
അടയ്ക്കുന്നത് ഇവിടുത്തെ ജനലാണ് ഒരു നോയ്സ് ഉണ്ടാക്കുന്നത്.